ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. വെറുപ്പിന്റെ അവസാനം എനിക്ക് കുട്ടികൃഷ്ണനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് പോലെയാണ് ഞാനും കോവയ്ക്കയും തമ്മിലുള്ളൊരു ബന്ധം. അതെ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കോവയ്ക്കും കൊണ്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10-15 കോവയ്ക്ക നല്ല നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞു വെച്ചത് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 4 വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയുമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇത് മൊരിയിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇട്ടിട്ടാണ് ഞാനിതൊന്ന് മൊരിയിച്ചെടുത്തിരിക്കുന്നത്. നല്ലപോലെ മൊരിഞ്ഞാൽ മതി, കരിഞ്ഞു പോകരുത്. ഇതുപോലെ കുട്ടികൃഷ്ണന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് കോവക്ക ഇഷ്ടമല്ലായിരുന്നു. എന്നോ എപ്പോഴോ ഏതോ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. അപ്പൊ നമ്മളുടെ കോവയ്ക്കൊക്കെ ഞാൻ ഒരു 5-6 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ കോവയ്ക്ക മാറ്റിയ വെളിച്ചെണ്ണയിൽ തന്നെ ഞാനൊരു 4 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ആ വറ്റൽമുളകും ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി എണ്ണയിൽ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്കിത് വേണമെങ്കിൽ കുക്കറിൽ ഒന്ന് വേവിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഫ്രൈ പാനിൽ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മളുടെ തേങ്ങാക്കൊത്തും ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ട്. നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മളൊരു കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കറിവേപ്പിലയും നമ്മളൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ മൊരിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് എടുത്തു വെക്കാം. ഞാനപ്പോൾ അതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ അതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക് ഇഷ്ടമില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു അടിപൊളി റെസിപ്പിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ വീഡിയോസും കാണണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.